ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടോ? എങ്കിലും എടുത്തോണ്ട് ഓടി വായോ. നല്ല അടിപൊളിയൊരായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഒന്ന് അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല കുറച്ച് ഉണക്കക്കൊഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കക്കൊഞ്ചെന്ന് ഉണക്കച്ചെമ്മീൻ എന്നൊക്കെ പറയും ട്ടോ. നമ്മൾ കൂടുതലും ഇവിടെ കൊഞ്ചെന്നാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഉണക്കക്കൊഞ്ചെന്ന് പറഞ്ഞത്. ഇതിൻ്റെ തലയും വാലും ഇതുപോലെ ഒന്ന് നുള്ളിയെടുക്കാവേ. അപ്പം ആകെ ഒരു പാടുള്ള കുറച്ച് കഷ്ടപ്പാടുള്ള പണി ഇത് മാത്രമേ ഉള്ളൂ. വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല. എങ്കിലും കുറച്ച് സമയം എടുക്കുന്ന ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്ടോ. അപ്പം എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊണ്ടുവരാവേ. അപ്പോൾ ദാണ്ടെ ഞാനെല്ലാം ഒന്ന് അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞ് നല്ല അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് 2, 3, 4, 5 വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി, ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ഇടികല്ലിലോട്ട് ഒരു 6, 7 കുഞ്ഞുള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലുതായതുകൊണ്ട് ഞാനൊരു 6, 7 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 10 വരെയൊക്കെ എടുക്കാം കേട്ടോ. എടുത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. വേണ്ട ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി. പക്ഷേങ്കിൽ ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു 4, 5 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് അതും നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് നമുക്കൊന്നെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പൾസ് മോഡിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പോളം തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരേ ഒരു പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ വേണമെങ്കിൽ കൂട്ടാം. ഞാനിപ്പോൾ ഒരെണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാവേ. ഒരുപാട് അരഞ്ഞൊന്നും പോവരുത്. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് കറക്കിയെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ അതാണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കണേ. അപ്പോൾ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. കുറച്ച് സമയം ഒന്ന് വഴറ്റി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഈ ഉണക്കക്കഞ്ചി വെച്ച് ഉണ്ടാക്കി നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട, ഇത് മാത്രം ഉണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് ഒന്ന് റോസ്റ്റായി വരുന്നുണ്ടേ. ചെറുതായിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരും. കണ്ടോ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാണ്ട് ഈ പരുവം വരെയാണ് നമ്മളൊന്ന് റോസ്റ്റ് ആക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ ഈ പരുവം വരെ. ഇനി ഇത് അങ്ങോട്ട് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. വീണ്ടും അതേ പാനിൽ തന്നെ ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ കുറച്ച് മാത്രം മതിയേ. ഇനി അതിലോട്ട് നമ്മൾ ആദ്യം നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അപ്പോൾ ആ കുഞ്ഞുള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. കൂടെ നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും പാകത്തിനൊക്കെ ഇട്ട് കൊടുത്തോളൂ. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് കളറ് മാറുന്നവരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളറ് മാറി ഒന്ന് വെന്ത് വരുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് മൂത്ത് വരും. ആ പരുവം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതാണ്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവമൊക്കെ ആകുമ്പോഴേക്കുവേ
ഇതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വറ്റൽ മുളക് ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. ഞാൻ ചില്ലി ഫ്ലെക്സ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് മനസ്സിലായത് തീർന്നിരിക്കുകയാണ്. പിന്നെ ഇനി വറ്റൽ മുളക് എടുത്ത് പൊടിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ. എന്നെപ്പോലുള്ള അബദ്ധങ്ങളൊന്നും പറ്റണ്ട. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം പറ്റണ്ട. അപ്പോൾ ദാണ്ട മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായിട്ടൊന്ന് വടിച്ചെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. 1 മിനിറ്റൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി ആ തേങ്ങയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെയും നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു തേങ്ങയുടെ മിക്സിന് വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ ചെമ്മീനകത്ത് കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ആ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണേ. അപ്പോൾ അതുവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ നന്നായിട്ടൊന്നങ്ങ് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചേക്കുന്നത് നമ്മുടെ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ ചേർന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ചെമ്മീനകത്തും ഇതിൻ്റെ ഈ മസാലയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കുന്നത്. അപ്പം നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് നമുക്കിതൊരു 1 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് അടച്ച് വെക്കാം. ഇത് 1 മിനിറ്റ് അവിടെ നിന്നൊന്ന് വേവട്ടെ. ഇപ്പോൾ ദാണ്ട 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ആക്കിയതാണ്. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കക്കൊഞ്ച് തോരനോ ചമ്മന്തിന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ സംഭവം ഇവിടെ എന്തായാലും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനേ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോഴേ ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർ കഴിച്ചാൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് ട്രൈ ആക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ദാണ്ട ഞാനൊരു ബൗളിലോട്ട് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട് കണ്ടോ. ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ? എന്നെ പോലുള്ള ചെമ്മീൻ ഭ്രാന്തികൾ അല്ലെ പ്രേമികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. കാണുമ്പോഴേ കഴിക്കാനും തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.